വിലക്കയറ്റം കുത്തനെ, സാധാരണക്കാരൻ ശ്വാസം മുട്ടുന്നു. കേരളത്തിൽ വീണ്ടും വിലക്കയറ്റം വലിയ ചർച്ചയാവുകയാണ്. പച്ചക്കറി മുതൽ അരി, പാചകവാതകം മുതൽ വൈദ്യുതി ബിൽ വരെ എല്ലാ മേഖലകളിലും സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില സ്ഥിരമായി ഉയരുകയാണ്. തക്കാളി, ഉള്ളി, മുളക്, വെളിച്ചെണ്ണ തുടങ്ങിയവയുടെ വില വർദ്ധിച്ചത് കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിച്ചു. ഇന്ധനവില ഉയരുന്നതും ഗതാഗത ചെലവ് കൂട്ടിയതോടെ സാധനങ്ങളുടെ വിലയും കൂടുന്ന സാഹചര്യമാണുള്ളത്. പലരും ശമ്പളം അതേപടി ചെലവ് മാത്രം ഇരട്ടിയായി എന്ന പരാതിയുമായി രംഗത്തെത്തുകയാണ്. മധ്യവർഗ കുടുംബങ്ങളും തൊഴിലാളി വിഭാഗവും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഹോട്ടൽ ഭക്ഷണ നിരക്കുകൾ മുതൽ സ്കൂൾ ഫീസ് വരെ പല മേഖലകളിലും വർധനവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ സർക്കാർ വിപണി ഇടപെടൽ ശക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഉടൻ ആശ്വാസമുണ്ടാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. ജനങ്ങളുടെ പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഇനി വില കുറയുമോ? സർക്കാർ ഫലപ്രദമായി ഇടപെടുമോ? സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും? കേരളത്തിൽ വിലക്കയറ്റം ഇനി രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, ഓരോ കുടുംബത്തിൻ്റെയും ദിനചര്യയെ ബാധിക്കുന്ന വലിയ സാമൂഹിക പ്രശ്നമായി മാറുകയാണ്.